ഹലോ ബച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഫുള്ളായിട്ട് മഞ്ഞ് മൂടിയ ഒരു കൊടൂരമായ കാട്. ആ നാട്ടിലെ പല ആൾക്കാരും പറയുന്നത് ഈ കാട്ടിൽ ഒരുപാട് ആത്മാക്കളുണ്ട് എന്നൊക്കെയാണ്. അതൊക്കെ പഴയ കെട്ടുകഥകളാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഈ കാട്ടിലേക്ക് ഒരാൾ ഒരു കാറുമായിട്ട് വന്ന് പെട്ടുപോവാണ്. അതായത് റോഡിൽ നിറയെ മഞ്ഞാണ്. ആ മഞ്ഞിൽ കാറ് സ്റ്റക്കായി പോയി. ഇയാൾക്ക് ആ കാറുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണിച്ചു തരും. ഒരു കിടിലൻ ട്വിസ്റ്റ്. അത് കഴിഞ്ഞുള്ള ഓരോ നിമിഷവും ത്രില്ലിംഗ് ആയിരിക്കും. അതായത് ആ ഒരു മഞ്ഞ് മൂടിയ സ്ഥലത്ത് നിന്നും അവന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ പഴമക്കാർ പറയുന്നത് പോലെ ആ കാട്ടിൽ ശരിക്കും ആത്മാക്കൾ ഉണ്ടോ? എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും നല്ല അടിപൊളി കഥയാണ്, ധൈര്യമായിട്ട് തന്നെ കണ്ടു. അപ്പൊ നമുക്ക് പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ മഞ്ഞ് മൂടിയ ഒരു കാട് കാണിക്കുകയാണ്. നിഴൽ പോലെ ആ കാടിന്റെ പല ഭാഗത്തായിട്ട് നമ്മൾ കാണാതെ തന്നെ പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നുണ്ട്. ഈ കാടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളും ഈ നാട്ടിലെ ആൾക്കാരും പഴയ മുത്തശ്ശന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്താണ് ആ ഒരു കഥ? അതായത് കാണുമ്പോൾ തന്നെ നിഗൂഢമായി തോന്നുന്ന ഈ കാടുണ്ടല്ലോ, മഞ്ഞ് മൂടിയ ഈ കാട്, ഇതൊരു സാധാരണ കാടേയല്ല. ഒരുപാടധികം ആത്മാക്കൾ ഈ ഒരു കാട്ടിൽ അധിവസിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഭയക്കേണ്ടതില്ല ഈ ഒരു ആത്മാക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ, വഴിതെറ്റി എങ്ങാനും ഒരു മനുഷ്യൻ ഈ കാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആള് നല്ല മനുഷ്യനാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആളൊരു ചീത്ത മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ടും ആ ആളെ ഈ ആത്മാക്കൾ കീഴടക്കിയിട്ടുണ്ടാവും. ആദ്യമായിട്ട് തന്നെ അവരുടെ ഉള്ളിലേക്ക് ഭയങ്കരമായ ദുസ്വപ്നങ്ങൾ ഇട്ടുകൊടുക്കും. അങ്ങനെ പേടിച്ച് വിറച്ച് അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ കഴുത്തിൽ ഈ ആത്മാക്കൾ കത്തിവെക്കും. അതായത് ഒരു ചീത്ത മനുഷ്യൻ ഈ കാട്ടിലേക്ക് എങ്ങാനും വന്ന് പെട്ടുകഴിഞ്ഞാൽ ആ ആത്മാക്കൾ അവനെ കൊണ്ടുപോകും. ഇതിനുശേഷം അവിടെ പെട്ടുകിടക്കുന്ന ഒരു കാർ കാണിക്കുകയാണ്. നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവാൻ കഴിയാതെ ആ കാർ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. മാത്രമല്ല ആ കാറിനരികിലേക്ക് നീളത്തിൽ രക്തത്തിന്റെ പാടും കാണിക്കുന്നുണ്ട്. സംതിങ് എന്തോ ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ച് സമയം പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡേവിഡിനെയാണ്. എങ്ങോട്ടോ പോകാനായിട്ട് ഡേവിഡ് കാറിലേക്ക് കയറുകയാണ്. ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എന്തോ ഒരു അത്യാവശ്യത്തിന് ഡേവിഡ് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ പോകുന്ന വഴിയിൽ റേഡിയോയിലൂടെ വാർത്തയെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും വാർത്തയിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, നന്നായിട്ട് മഴ പെയ്യാണ്. ഒരു കാരണവശാലും ഷോർട്ട് കട്ട് എടുത്ത് നിങ്ങൾ ആരും ഒരു വഴിയിലൂടെയും പോകാൻ പാടില്ല. നേരായ വഴിയിലൂടെ മാത്രമേ ഈ ഒരു സമയത്ത് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഇനി എങ്ങാനും അതുപോലുള്ള ഷോർട്ട് കട്ടിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ ഒരാളെ രക്ഷിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് വാർത്തയിൽ അങ്ങനെ പറഞ്ഞത്. ഇതേ നേരം തന്നെ റോഡരികിലുള്ള ഒരു കോഫി ഷോപ്പ് കാണിക്കുകയാണ്. അവിടെയാണ് അന്ന ജോലി ചെയ്യുന്നത്. അപ്പൊ അവളുടെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് അവരുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. പക്ഷേ ഈ ശക്തമായ മഞ്ഞ് കണ്ടപ്പോൾ ഡ്യൂട്ടി ടൈം അത് തീരാനായിട്ട് അവർ നിൽക്കുന്നില്ല. അതായത് ഇത്രയും മഞ്ഞ് പെയ്തു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകണം. ഇപ്പൊ നിലവിൽ അവിടെ അന്ന മാത്രമേ ഉള്ളൂ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് അന്ന അവളുടെ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. 13 മുകളിൽ മിസ് കോൾ ഉണ്ട് ഫോണിൽ. വിളിച്ചത് മറ്റാരുമല്ല, അവളുടെ ഭർത്താവ് തന്നെയാണ്. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ എന്റെ ഫോൺ എടുക്കില്ല അല്ലേ. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വളരെ തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇയാളുടെ ശല്യം കാരണം രണ്ടുപേരും സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വേറെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അന്ന ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ആകുന്നില്ല. ഈ സമയത്താണ് ഡേവിഡ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പോകുന്ന സമയത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ് അങ്ങോട്ടേക്ക്. അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് അന്ന ചോദിക്കുകയാണ് എന്താ വേണ്ടതെന്ന്. ഒരു കോഫിയും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഈ ഒരു ഡേവിഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന സോറി പറയുന്നത്, സാറേ ഞങ്ങളുടെ കുക്ക് ഇവിടുന്ന് നേരത്തെ പോയി കേട്ടോ, നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവർ പോയി. സാറിന് വിശക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ബിസ്ക്കറ്റ് തരാന്ന് പറയണം. ഓ ആയിക്കോട്ടെ എന്ന് ഡേവിഡ് പറയാണ്. ഇതേ നേരം തന്നെ അവിടെ കോഫി കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഡേവിഡ് അന്നയുടെ കയ്യിൽ അടി കിട്ടിയതിന്റെ പാട് കാണുന്നുണ്ട്. വേഗം തന്നെ അന്ന ഷർട്ട് താഴേക്കാക്കിയിട്ട് അത് മറച്ചു വെക്കാണ്. ഇതേ നേരം തന്നെ അന്നയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ്. കാരണം ഷോപ്പിന്റെ പുറത്ത് ഒരാൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മറ്റാരുമല്ല, അവളുടെ എക്സ് ഹസ്ബൻഡ് തന്നെയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ് അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. വേഗം ഈ ഷോപ്പിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അയാളെ തടുക്കാനായിട്ട് ഡോറിന്റെ ആ ഒരു ഭാഗത്തേക്ക് ചെന്നു. എന്നാൽ അതൊന്നും നോക്കാതെ അന്നയെ തള്ളിയിട്ടുകൊണ്ട് ഇയാൾ ഉള്ളിലേക്ക് വരികയാണ്. ഇവന്റെ പേര് വിൻസെന്റ് എന്നാണ്. ആള് മഹാകുടിയനാണ്. അതുപോലെ തന്നെ ഭയങ്കര തല്ലിപ്പൊളിയാണ്. ഒരു ദയയില്ലാതെ നമ്മുടെ അന്നയെ ഒരുപാട് തവണ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഭയങ്കര ദേഷ്യത്തിൽ വന്ന് അവളോട് സംസാരിക്കുകയാണ്. ഞാൻ ഒരുപാട് തവണ നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? എനിക്ക് എന്റെ മോളെ കാണണം. നീ എന്താ എന്റെ മോളെ എന്നിൽ നിന്ന് മറച്ചു വെക്കാണോ? ഈ സമയത്ത് അന്നെ പേടിച്ചോണ്ട് പറയാണ്, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, കോടതിയുടെ ഓർഡർ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ മകളെ കാണിച്ചു തരില്ല, അവളെ ഞാൻ വിട്ടു തരില്ല. പിന്നെ എന്നോട് ഇതുപോലെയൊന്നും വന്ന് പെരുമാറാൻ പാടില്ല. ഞാൻ കംപ്ലൈന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും പ്രശ്നം ഉണ്ടാവും. അതായത് അന്നയ്ക്കും വിൻസെന്റിനും ഒരു മകള് കൂടി ഉണ്ട് കേട്ടോ. ഇയാൾ എപ്പോഴും കുടിക്കും അടി ഉണ്ടാക്കുന്നതുകൊണ്ട് അവന്റെ അടുത്തേക്ക് വിടാറേ ഇല്ല ഒരു കുട്ടിയെ. പക്ഷെ അതൊന്നും അവന് കേൾക്കണ്ട. അവന് മോളെ കണ്ടേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ അന്നയോട് ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡേവിഡ് ഇടപെടുകയാണ്. സാറേ നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഇനിയിപ്പോ അത് നിങ്ങളുടെ ഭാര്യ ആണെങ്കിലും അവരൊരു സ്ത്രീയാണ്, മര്യാദക്ക് പെരുമാറണം. ഡേവിഡിന്റെ ഈ ഒരു സംസാരം വിൻസെന്റിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല. നീ ആരാടാ? എന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്ന് ഞാൻ നോക്കിക്കോളാം. എന്നാൽ കൂടുതലായിട്ടൊന്നും ഡേവിഡ് അവനോട് വഴക്കിന് പോകുന്നില്ല കേട്ടോ. നോർമലായിട്ട് തന്നെ വളരെ ഡീസന്റ് ആയിട്ട് അവന് കിട്ടിയ ഒരു കോഫിയും കുടിച്ചിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് വന്ന ഈ വിൻസെന്റ് ആണെങ്കിൽ
ആണെങ്കിൽ കോഫിയുടെ കപ്പ് താട്ടി തെറിപ്പിക്കുകയാണ്. എന്നിട്ടും ഡേവിഡ് അവനോട് വഴക്കിന് നിൽക്കുന്നില്ല. ഇതേ നേരം തന്നെ ഈ വിൻസെന്റ് ഡേവിഡ് കഴിക്കാൻ നിന്ന ആ ഒരു ബിസ്ക്കറ്റിലേക്ക് തുപ്പി വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, കഴിക്കടാ, നീ കഴിക്ക്. ഇതിനുശേഷം ഈ ഒരു വിൻസെന്റ് പറയാണ്, ഡാ, ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിഞ്ഞ് സംസാരിക്കണം, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണം. ഇതും പറഞ്ഞ് വിൻസെന്റ് ഒരു കത്തി എടുക്കുകയാണ്. അപ്പോഴും നല്ല ക്ഷമയോട് കൂടിയിട്ട് ഡേവിഡ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായി വൃത്തിയായിട്ട രീതിയിൽ തന്നെയാണ് വിൻസെന്റ് ഡേവിഡിനോട് സംസാരിക്കുന്നതും ഡേവിഡിനോട് പെരുമാറുന്നതും. അപ്പോഴും വളരെ ക്ഷമയോട് കൂടിയിട്ട് ഡേവിഡ് ഇപ്പൊ ഒരു കാര്യം പറയുന്നുണ്ട്, സാർ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആയുധം ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ ഇപ്പൊ കുത്തി കൊന്നുകളയോ ഉപദ്രവിക്കുകയോ ചെയ്യാം. അതിന്റെ പേരിൽ കുറെ കാലം നിങ്ങൾ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണാനേ പറ്റില്ല പിന്നീട്. ഇനിയിപ്പോ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഡീസന്റ് ആയിട്ട് തിരിച്ചു പോവുക, എന്നിട്ട് ലീഗലായിട്ട് മകളെ കാണാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുക. ഇത് കേട്ട സമയത്ത് വിൻസെന്റ് ആദ്യം ഒന്ന് പകച്ചു പോവാണ്. അതായത് ഇത്രയും കറക്റ്റ് പോയിന്റ് പറയുമ്പോൾ ആരായാലും ഒന്ന് പകച്ചു പോവല്ലോ. ഉള്ളിൽ കുറച്ച് ദേഷ്യമുണ്ട്. അപ്പൊ വിൻസെന്റ് പറയാണ്, നോക്കിക്കോളാ, നിന്നെ ഒരു ദിവസം ഞാൻ പൊക്കിക്കോളാം, ഒരു ദിവസം നിന്നെ എന്റെ കയ്യിൽ കിട്ടിക്കോളും, അപ്പൊ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിൻസെന്റ് നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. പോകുന്ന സമയത്ത് ഈ ഡേവിഡിന്റെ കാറിനിട്ട് ഒരേറ്റ ചവിട്ടും കൊടുത്താ പോകുന്നത്. അതിനിടയിൽ ഡേവിഡിന്റെ കാറിന്റെ സൈഡ് മിററും പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തായാലും മലയായി വന്നവൻ എലിയായിട്ട് തിരിച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ ഇത് കണ്ടപ്പോൾ അന്നയ്ക്ക് സന്തോഷമാവാണ്. ഇപ്പൊ ഡേവിഡിന്റെ അടുത്തേക്ക് വന്നിട്ട് നന്ദി പറയുന്നുണ്ട്. കാരണം അവൻ കാരണമാണല്ലോ അന്ന ഇപ്പൊ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല അടി അടിച്ചേനെ അവന്. അതുകൊണ്ട് തന്നെ അന്ന പറയുന്നത്, സാറേ, നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നില്ലേ, ഞാൻ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാന്ന് പറയും. അതായത് ഡേവിഡിനോടുള്ള ആ ഒരു നന്ദി കാണിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു ഭക്ഷണം എല്ലാം കഴിച്ച് ഡേവിഡ് ഇപ്പോൾ അവന്റെ കാറിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോഴാണ് നേരത്തെ പോയ വിൻസെന്റ് ചവിട്ടി പൊളിച്ച ആ ഒരു കണ്ണാടി കാണുന്നത്. ഈ തണുപ്പത്ത് അല്ലെങ്കിൽ ഈ കാലാവസ്ഥയിൽ കണ്ണാടി ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവന്റെ കാറിൽ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ച് അത് ശരിയാക്കി ഒട്ടിച്ചു വെച്ചിട്ടാണ് പിന്നീട് പോകുന്നത്. പിന്നീട് ചെറിയൊരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തുകയാണ്. കുറച്ച് എണ്ണ അടിച്ചു. അതുപോലെ ഈ വിദേശത്തെ പെട്രോൾ പമ്പിലൊക്കെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അവിടെ പോയിട്ട് അവന് ആവശ്യമായിട്ടുള്ള സാധനം മേടിക്കുകയാണ്. എന്നാൽ അവന്റെ കാശ് കൊണ്ട് അത് മുഴുവൻ മേടിക്കാൻ പറ്റില്ലായിരുന്നു. കുറച്ച് കാശിന്റെ കുറവുണ്ട്. അതുകൊണ്ട് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ലേഡി പറയുന്നുണ്ട്, സാറേ, കാർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാട്ടോ, ഞങ്ങൾ എടുത്തോളാം. ആ സമയത്ത് ഡേവിഡ് ചിരിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നത്, അയ്യോ, കാർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. കാർഡ് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യ അതറിയും, പിന്നെ 100 ചോദ്യമായിരിക്കും. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാ പൈസയും കൊണ്ട് സാധനം മേടിച്ച് അവൻ നേരെ വണ്ടിയിലേക്ക് വന്ന് കയറാണ്. ഇതേ നേരം തന്നെ ഡേവിഡിനെ ഒരാൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. മറ്റാരുമല്ല, അന്നയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വിൻസെന്റ് തന്നെ. അതായത് ആ കോഫി ഷോപ്പിൽ വെച്ച് ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ CCTV കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പെട്ടുപോകുന്നവന് നന്നായിട്ട് അറിയും. അതുകൊണ്ട് പുറത്ത് വെച്ച് പണിയാമെന്ന് കരുതിയിട്ടാണ് ഡേവിഡിന്റെ പിന്നാലെ തന്നെ വിൻസെന്റ് ഇപ്പൊ കൂടിയത്. എന്തായാലും കടയുടെ പുറത്തേക്ക് വന്നപ്പോൾ പതിയെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരികയാണ്. ആ പോലീസുകാരൻ നേരെ പോകുന്നത് ഡേവിഡിന്റെ അടുത്തേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിൻസെന്റ് ഡേവിഡിനെ ആക്രമിക്കാൻ പോകുന്നില്ല. ഇതേ നേരം തന്നെ ആ ഒരു പോലീസുകാരൻ വന്നിട്ട് ഡേവിഡിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് കാറിന്റെ മിറർ പൊട്ടിയില്ലേ, അപ്പൊ ഈ രീതിയിലൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഇല്ലീഗലാണ്, ഫൈൻ അടക്കേണ്ടി വരുന്നു പറയുന്നത്. അപ്പൊ ഡേവിഡ് പറയണം, സാറേ, വരുന്ന വഴിയിൽ പൊട്ടിപ്പോയതാണ്, എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ നന്നാക്കിക്കോളാം. ഓക്കെ, എന്തായാലും സൂക്ഷിച്ചു പോ, കാലാവസ്ഥ വളരെ മോശമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡേവിഡിനെ ആ ഒരു പോലീസുകാരൻ പറഞ്ഞേക്കാണ്. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് ഡേവിഡ് പോയ സമയത്താണ് അവനൊരു കാര്യം മനസ്സിലായത്. അവന്റെ പിന്നാലെ തന്നെ ആരോ ഒരാൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ആള് അതാരാണെന്നും ഡേവിഡിന് മനസ്സിലായി. നേരത്തെ കണ്ട ആ ഒരു വിൻസെന്റ് തന്നെ. ആളെ കണ്ടാ അറിയാൻ ഒരു റൗഡിയാണ്. അപ്പോ ആരും ഇല്ലാത്ത ഈ ഒരു ഏരിയയിൽ വെച്ച് അവനോട് കൊമ്പ് കോർക്കാൻ നിന്ന നല്ല പണി കിട്ടുമെന്ന് ഡേവിഡിന് നല്ല ബോധ്യമുണ്ട്. ആള് നല്ല പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. വെറുതെ അവനെ പോലെയുള്ള ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജീവൻ കളയേണ്ടാന്ന് ഡേവിഡിന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ചെറിയൊരു പേടിയും കൂടെ മനസ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല വേഗത്തിൽ തന്നെ ഇപ്പൊ ഡേവിഡ് വണ്ടി ഓടിച്ചു പോവാണ്. അതേപോലെ തന്നെ അവന്റെ പിന്നാലെ ചവിട്ടി പിടിച്ചു വരുന്നുണ്ട് ഈ വിൻസെന്റ്. അവനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ്, നല്ല ടെററിലാണ്. ഈ സമയത്ത് അങ്ങാനും വിൻസെന്റിന്റെ കയ്യിൽ ഡേവിഡിനെ കിട്ടിയ നന്നായിട്ടിട്ട് പണിയും. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഡേവിഡ് ഒരു ഐഡിയ കാണിക്കുകയാണ്. അതായത് മെയിൻ റോഡിൽ നിന്നും മറ്റൊരു വഴിയിലേക്ക് പെട്ടെന്ന് തന്നെ കാർ കയറ്റിയിട്ട് ഫുള്ളായിട്ട് ലൈറ്റ് ഓഫ് ആക്കി അവിടെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയാണ്. അതേ നേരം തന്നെ ആ മെയിൻ റോഡിലൂടെ വിൻസെന്റ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഡേവിഡിന് ആശ്വാസമായത്. എന്തായാലും ആ ഒരു ഭ്രാന്തൻ പോയി കഴിഞ്ഞല്ലോ, ഇനി വണ്ടി റിവേഴ്സ് എടുക്കാം എന്ന് കരുതിയിട്ട് വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കുമ്പോൾ ജന്മം ചെയ്ത വണ്ടി അനങ്ങുന്നില്ല. ടയർ കിടങ്ങുന്ന കറങ്ങില്ലാതെ വണ്ടി റിവേഴ്സ് വരുന്നില്ല. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴല്ലേ നന്നായിട്ട് മഞ്ഞ് വീണായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഞ്ഞിൽ ടയർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കൈകൊണ്ടൊക്കെ മഞ്ഞെടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും എവിടെ, ഒരു പരിധി വരെ നടക്കുന്നുള്ളൂ. കയ്യൊക്കെ ആകെ ഫ്രീസ് ആയി പോവാണ്. പുറത്താണെങ്കിൽ നല്ല കാറ്റുകൊണ്ട് കൊടും തണുപ്പുമാണ്. അപ്പൊ അധികം നേരം ഒന്നും പുറത്ത് നിൽക്കാൻ പറ്റാതെ വേഗം തന്നെ കാറിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെയും വണ്ടി റിവേഴ്സ് എടുക്കാൻ നോക്കുകയാണ്. പോരാ, മഞ്ഞെടുത്തത് പോരാ. പിന്നെയും പുറത്തേക്ക് ഇറങ്ങി മഞ്ഞ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. പുറത്താണെങ്കിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല, തണുത്തുറഞ്ഞ് മരിച്ചു പോകും. അപ്പൊ ആരെങ്കിലും വരുന്നുണ്ടോന്ന് പോയിട്ട് മെയിൻ റോഡിൽ നിന്ന് സഹായം ചോദിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം വണ്ടിയുടെ ഉള്ളിൽ വെയിറ്റ് ചെയ്യുക. കാരണം ഇതൊരു ഷോർട്ട് റോഡാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വല്ലപ്പോഴൊക്കെ ഒരു വണ്ടി വന്നാലായി. അപ്പൊ തൽക്കാലം ചെയ്യാൻ പറ്റുന്ന കാര്യം ഡേവിഡ് ഇപ്പോൾ കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് വണ്ടി ഒന്ന് ഓണാക്കുകയാണ്. ഹീറ്റർ ഓണാക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു സിഗരറ്റും വലിക്കുകയാണ്. കാരണം പുറത്ത് കുറച്ചു നേരം നിന്നതുകൊണ്ട് തന്നെ ബോഡി നന്നായിട്ട് തണുത്തു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ കുറെ നേരം കാർ ഇങ്ങനെ സ്റ്റാർട്ടാക്കി നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാറ്ററി ഇറങ്ങും. അതുകൊണ്ട് കുറച്ചു നേരം സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ കുറച്ചു നേരം ഓഫ് ചെയ്യും. ലൈറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. അത്രയെങ്കിലും ചാർജിനെ സേവ് ചെയ്യാൻ പറ്റുമല്ലോ. എന്തായാലും ടോട്ടലി അതിന്റെ ഉള്ളിൽ ഒരു ഇരുട്ടാണ് കേട്ടോ. അതേ നേരം തന്നെ ഒരു കാലൊച്ച കേൾക്കാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഡേവിഡ് ഒന്ന് ഭയന്നു പോകുന്നുണ്ട്. പെട്ടെന്ന്
അങ്ങനെ പിറയിലേക്ക് നോക്കുകയാണ്. ചുറ്റും നോക്കി ആരെയും കാണാനില്ല. തോന്നിയതായിരിക്കും എന്ന് കരുതിയിട്ട് ആ രാത്രി മുഴുവൻ കാറിന്റെ ഉള്ളിൽ തന്നെ അവൻ കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. കാറിന് പുറത്തേക്ക് ഡേവിഡ് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കിയ സമയത്ത് കാറിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കുറച്ചധികം മഞ്ഞ് വീണിട്ട് ഇതിന്റെ രണ്ട് ഭാഗത്തും നിറഞ്ഞിരിക്കുകയാണ്. ഒരു കാരണവശാലും ഒറ്റയ്ക്ക് അവനെ കൊണ്ട് ഈ വണ്ടി തള്ളി ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. ഹെൽപ്പിന് ഒരാൾ വരാതെ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു ബൈനോക്കറിലൂടെ നോക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന്. അങ്ങനെ ആ കാടിന്റെ ചുറ്റുഭാഗത്തേക്ക് നോക്കിയ സമയത്ത് ഒരു ഭാഗത്ത് നല്ല കട്ടകട്ടയായിട്ട് പുക ഇങ്ങനെ പൊന്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ആരോ താമസിക്കുന്നുണ്ട്. എന്തായാലും വേഗം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഒരു സഹായം ചോദിക്കാമെന്ന് ഡേവിഡ് വിചാരിക്കുകയാണ്. എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ അവൻ ഡിക്കിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഡിക്കി തുറന്ന് നോക്കുകയാണ്. ആ നേരത്ത് ഒരു കിടിലൻ ട്വിസ്റ്റ്. ഡിക്കിയുടെ ഉള്ളിൽ അവൻ ഇന്നലെ രാത്രി ചായ കുടിക്കാനായിട്ട് കയറിയില്ലേ ഒരു ഷോപ്പിലേക്ക്. ആ ഷോപ്പിൽ ഒരു ലേഡി ഉണ്ടായിരുന്നില്ല, അന്ന. ആ അന്നയെ ആരോ കെട്ടിവെച്ചിരിക്കുകയാണ്. അവളുടെ വായിൽ പ്ലാസ്റ്ററും വെച്ച് ചുറ്റിയിട്ടുണ്ട്. ഇത് കണ്ട് ഡേവിഡ് ഞെട്ടുവോ? ഡേവിഡ് ഞെട്ടില്ല. കാരണം അന്നയെ പിടിച്ചു കെട്ടി ഈ ഡിക്കിയിലിട്ടത് അത് മറ്റാരുമല്ല, ഇതേ ഡേവിഡ് തന്നെയാണ്. ഇത് തന്നെയാണ് കഥയിലെ പ്രധാന ട്വിസ്റ്റ്. തുടക്കം മുതലേ ഒരു മാന്യനായിട്ടുള്ള ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഡേവിഡ് എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല. ആൾ ഒരു പക്കാ സൈക്കോയാണ്, ഒരു സീരിയൽ കില്ലറാണ്. ഇപ്പൊ ഈ ഡേവിഡ് ഉണ്ടല്ലോ അന്നയെ നോക്കിയിട്ട് പറയാണ്, അടങ്ങി ഒതുങ്ങി ഇതിന്റെ ഉള്ളിൽ നിന്നോണം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിക്കിയും അടച്ച് അവൻ അവിടെ നിന്ന് പോവാണ്. അന്നയാണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഇതെന്താ ഈ സംഭവിക്കുന്നത്? ആരാ ഇവൻ? മാന്യനാണെന്ന് കരുതി. എന്നാൽ ഇവനേക്കാൾ ഭേദം തന്റെ ഭർത്താവ് തന്നെയായിരുന്നു. കൂടിപ്പോയാൽ 2 അടി കിട്ടും. പക്ഷേ ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പോലും അന്നയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഡേവിഡ് അവിടെ നിന്ന് പോയിന്ന് അന്നയ്ക്ക് മനസ്സിലായപ്പോ അവള് വേഗം തന്നെ കയ്യിലെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. ശരിക്കും ആ ശബ്ദമാണ് ഇന്നലെ രാത്രി ഡേവിഡ് കേട്ടത്. അവന്റെ അരികിലേക്ക് ആരും വന്നൊന്നുമില്ല. അവൻ പിടിച്ചു കെട്ടിയ അന്നയുടെ കാൽ ശബ്ദമാണ് അവൻ കേട്ടത്. എന്തായാലും അന്ന എങ്ങനെയൊക്കെയോ ആ ഒരു പ്ലാസ്റ്ററിന്റെ കെട്ടുകൾ പൊട്ടിക്കുകയാണ്. പിന്നീട് ഈ ബേക്കിൽ ഈ ബേബി സീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് കുറെ തവണ ചവിട്ടി ആ ഒരു സീറ്റ് ഇളക്കി അവൾ കാറിന്റെ ബേക്ക് സൈഡിലേക്ക് ഇറങ്ങി വരികയാണ്. പിന്നീട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ആ ഒരു ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ ഒരേറ്റ ഓട്ടാടുകയാണ് കേട്ടോ. ഓടി അതീ ദൂരൊന്നും പോകാൻ പറ്റുന്നില്ല. കാരണം തണുപ്പാണ്. നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ കഴിയില്ല, നന്നായിട്ട് കിതക്കാൻ തുടങ്ങുകയാണ്. ഈ അവസ്ഥയിൽ ഇത്രയും കഠിനമായ തണുപ്പിലൂടെ മുന്നോട്ടേക്ക് പോയാൽ ഇവിടെ കിടന്ന് ചാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാൻ മറ്റെന്തെങ്കിലും മാർഗം നോക്കിയേ മതിയാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതിനുശേഷം ഭ്രാന്തനായ ഡേവിഡിനെ കാണിക്കുകയാണ്. ഒരു ഭാഗത്തുനിന്ന് നന്നായിട്ട് പുക വന്നപ്പോൾ ഒരു സഹായത്തിനായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാവും എന്ന് കരുതിയിട്ട് അവൻ അങ്ങോട്ടേക്ക് പോയില്ലേ. എന്നാൽ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. എനിക്ക് തോന്നിയതാണോ എന്നിങ്ങനെ ഡേവിഡ് വിചാരിക്കുകയാണ്. ചുറ്റും നോക്കി കുറെയൊക്കെ വിളിച്ചു നോക്കി, ആരെയും കാണാനില്ല. തണുപ്പ് നന്നായിട്ടുണ്ട്. അധിക നേരമൊന്നും ഈ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം അവൻ കാറിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. ഇതേ നേരം തന്നെ കാറ് വിട്ട് രക്ഷപ്പെട്ട് ഓടിയ അന്നയുണ്ടല്ലോ, അവള് വീണ്ടും കാറിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകും. അപ്പൊ രക്ഷപ്പെടാൻ കാറിലേക്ക് തിരിച്ചു വരികയല്ലാതെ വേറൊരു വഴിയില്ല. അവള് വേഗം വന്ന് കാറിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുക നോക്കുമ്പോൾ ഒരു ഇൻസുലേഷൻ ടൈപ്പ് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കുപ്പിയിൽ ക്ലോറോഫോമും വേഗം തന്നെ അവള് കൈക്കലാക്കുകയാണ്. എന്നിട്ട് സീറ്റിന്റെ പിൻഭാഗത്ത് പോയിട്ടിരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡേവിഡ് ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഫുള്ള് മഞ്ഞാണല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് ചവിട്ടിയ സമയത്ത് അവന്റെ കാല് ആ മഞ്ഞിന്റെ ഉള്ളിലേക്ക് അങ്ങ് താന്നു പോവാണ്. മാത്രമല്ല അതിനുള്ളിൽ ഷാർപ്പായിട്ടുള്ള ഒരു കമ്പ് ഉണ്ടായിരുന്നു. ആ കമ്പിലേക്ക് അവന്റെ കാല് കുത്തി അതങ്ങനെ ഒരഞ്ഞങ്ങ് പോയി. നല്ല മുറിവായി നന്നായിട്ട് വേദനിച്ചു. കാല് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നില്ല. സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഒരാൾ പോലും ഇത് കേൾക്കുന്നില്ല. ഈ കാട്ടിൽ ആര് കേൾക്കാനാ? പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിൽ നിന്നും കാല് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് രക്തം പോകുന്നുണ്ട്. നടക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എഴഞ്ഞെഴഞ്ഞ് എങ്ങനെയൊക്കെയോ കാറിന്റെ അടുത്തേക്ക് അവൻ വരികയാണ്. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മളെ കാണിച്ച ആ ഒരു കാഴ്ച. അതായത് കൊടിയും കിടക്കുന്ന ഒരു കാറും അതിന്റെ അടുത്തേക്ക് നീളത്തിൽ വരുന്ന ഒരു രക്തവും കണ്ടില്ലേ? ആ രക്തം അങ്ങനെ അവിടെ ആയത് ഡേവിഡിന്റെ കാലിൽ നിന്ന് വന്ന ആ ഒരു രക്തം കാരനാണ്. എന്തായാലും വേഗം തന്നെ ഡേവിഡ് കാറിന്റെ ഉള്ളിലേക്ക് വന്നു. ഹീറ്റർ ഓണാക്കി കൈയും കാലൊക്കെ ആ ഒരു ചൂടിൽ വെച്ച് ഒന്ന് ഓക്കെ ആക്കി എടുക്കുകയാണ്. ഇപ്പോഴാണ് അവനൊന്ന് ആശ്വാസമായത് കേട്ടോ. ഇതേ നേരം തന്നെ അവനിരിക്കുന്ന ആ ഒരു സീറ്റിന്റെ തൊട്ട് പിന്നിലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ അവൾ അങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ഇതേ നേരം ഡേവിഡ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തിയെടുത്ത് അവന്റെ ജീൻസിന്റെ താഴ്ഭാഗം ഒന്ന് നീളത്തിൽ കീറിയെടുക്കുകയാണ്. നോക്കുമ്പോൾ കമ്പ് തട്ടിയിട്ട് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേദനയും സഹിച്ച് പല്ല് കടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യാദൃശികമായിട്ട് ഈ ഡേവിഡ് ഒരു കാര്യം കാണുന്നത്. ബേക്കിൽ ആ ഒരു സീറ്റ് ഉണ്ടല്ലോ അത് ഇളകി കിടക്കുന്നത്. ചെറുതായിട്ട് ആ ഒരു മിറർ ഒന്ന് ചിരിച്ചു നോക്കുമ്പോൾ പിന്നിലുള്ള അതായത് അന്ന ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ അവളുടെ കൈയുടെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഡേവിഡ് എന്താക്കി അവിടെ വെച്ച ആ ഒരു കത്തി ഉണ്ടല്ലോ അത് എടുക്കാനായിട്ട് പതിയെ ആ കൈ കൊണ്ടുപോകുമ്പോഴേക്കും അന്ന അത് മനസ്സിലാക്കി. അവിടെ ഒരു ടവൽ ഉണ്ടായിരുന്നു. ആ ടവലിൽ ഒരു ഇച്ചിരി ക്ലോറോഫോം അവൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ട്. ആ ടവൽ ഉപയോഗിച്ച് വേഗം ഇവന്റെ മുഖത്തേക്ക് അങ്ങ് വെച്ച് പൊത്തി പിടിക്കുകയാണ്. നല്ല ഇറുക്കി പിടിച്ചു കൊടുത്തു കേട്ടോ. നന്നായിട്ട് അവൻ ആ ഒരു ക്ലോറോഫോം ശ്വസിക്കുകയാണ്. പതിയെ അവന്റെ ബോധം അങ്ങോട്ട് പോയി. ബോധം പോയ ഉടനെ തന്നെ ഡേവിഡ് എന്തോ ഒരു സ്വപ്നത്തിലേക്ക് വഴുതി വീഴുകയാണ്. സ്വപ്നം എന്നൊക്കെ പറഞ്ഞാല് അവരിപ്പോ പെട്ടുകിടക്കുന്ന ആ കാടുണ്ടല്ലോ ആ കാടിന്റെ ഏതോ ഒരു ഭാഗത്ത് അവൻ ചെന്ന് വീണതുപോലെ. പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കയ്യിലൊക്കെ ആകെ രക്തം, വായിന്നും രക്തം വരുന്നുണ്ട്. അതുപോലെ അവന്റെ തൊട്ട് മുന്നിലായിട്ട് ചത്ത് കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു മൃഗം. എല്ലാം കൂടിയായിട്ട് ഒരുമാതിരി പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കേട്ടോ. ഇത് കണ്ട് ഡേവിഡ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. അതായത് ആ ഒരു ക്ലോറോഫോം കൊടുത്ത് മയങ്ങിപ്പോയതാണ് അവന്. എന്തായാലും ബോധം വന്ന് നോക്കുമ്പോൾ അന്ന
ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ഒരു ഇൻസുലേഷൻ ടേപ്പ് അവൾക്ക് കിട്ടിയല്ലോ, ഇത് വെച്ച് ഇവന്റെ കൈ നന്നായിട്ട് ടേപ്പ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സീറ്റിൽ അവന്റെ ആ ഒരു ബോഡിയും വെച്ച് നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അതുപോലെ അവന്റെ തന്നെ കത്തിയെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ചിട്ട് പറയണം, സത്യം പറയടാ, നീ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്, നീ ആരടാ, ഇതേതാടാ സ്ഥലം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡേവിഡ് ഭയങ്കര കൂളായിട്ട് തന്നെ മറുപടി കൊടുക്കുകയാണ്, ഇതേതാ സ്ഥലം ആർക്കറിയാം. പിന്നെ മറ്റൊരു കാര്യം കൂടി ഡേവിഡ് പറയുന്നുണ്ട്, അന്ന നമ്മൾ രണ്ടുപേരും ഇവിടെ പെട്ടുകിടക്കുകയാണ്, രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ രണ്ടുപേരും നോക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അന്ന പറയാണ്, നിന്റെ കൂടെ ഒന്നും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, എന്നെ കാണാതായാൽ എന്തായാലും എന്റെ അമ്മ കംപ്ലൈന്റ് കൊടുക്കും, ആരെങ്കിലും എന്നെ തേടി വരാതിരിക്കില്ല എന്ന് പറയണം. ഇതേ നേരം ഡേവിഡ് പറയണം, നിന്നെ ബോധം കെടുത്തി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്തത് നിന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നിന്റെ ഫോൺ അൺലോക്ക് ചെയ്തു, എന്നിട്ട് നിന്റെ അമ്മയ്ക്ക് ഒരു മെസ്സേജ് വായിച്ചു, എന്നെ നോക്കണ്ട, ഞാൻ എക്സ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാണ്, കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ, അതുകൊണ്ട് എന്റെ പൊന്നു മോളെ അന്ന, നിന്നെ തേടി ആരും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. ഇത് കേട്ട സമയത്ത് അന്നയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടം വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ആരെങ്കിലും വിളിച്ചൊന്ന് സഹായം ചോദിക്കണ്ടേ, കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല. അതുകൊണ്ട് തന്നെ ഡേവിഡിന്റെ ഫോൺ എടുത്ത് നോക്കുകയാണ്. പക്ഷെ ആ ഫോണിൽ ഒരു തരി പോലും സിഗ്നൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും ഈ ഡേവിഡ് പറയാണ്, അന്ന ഞാൻ പറയുന്നത് കേക്ക്, നമുക്ക് രണ്ടുപേർക്കും സർവൈവ് ചെയ്യണമെങ്കിൽ ഈ കാറും ഇതിലാ ഒരു ബാറ്ററിയും പിന്നെ ഇതൊന്ന് തരുന്ന ഒരു ഹീറ്റും നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കിയിട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ബാറ്ററി ഇറങ്ങിപ്പോകും. അധികം വൈകാതെ നമ്മൾ രണ്ടുപേരും ഇതിന്റെ ഉള്ളിൽ കിടന്ന് തണുത്തുറഞ്ഞ് ചത്തുപോകും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നീ കാർ ഓഫ് ആക്കെന്ന് പറയാണ്. കുറച്ച് കഴിഞ്ഞ് നന്നായിട്ട് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഓൺ ആക്കാന്ന് പറയാണ്. എന്തായാലും ഡേവിഡ് പറയുന്നത് കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവൾ തൽക്കാലത്തേക്ക് കാർ ഇപ്പോൾ ഓഫ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡേവിഡിന്റെ പേഴ്സ് അവിടെ നിന്ന് കിട്ടുകയാണ്. അതെടുത്ത് നോക്കുമ്പോൾ പല പേരിലുള്ള പല അഡ്രസ്സുള്ള ഒരുപാട് ID കാർഡുകൾ അവന്റെ പേഴ്സിലുണ്ടായിരുന്നു. അതിലൂടെ അന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവനൊരു പക്കാ ക്രിമിനലാണ്, എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു ക്രിമിനൽ. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. പതിയെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണവും വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഉറങ്ങണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. എന്ന് ഉറങ്ങാൻ നോക്കുന്ന സമയത്ത് ആ ഒരു ബേബി സീറ്റ് ഉണ്ടല്ലോ, അത് സീറ്റിന്റെ ഒരു ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ മര്യാദക്ക് കാല് നീട്ടി വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ സീറ്റ് എടുത്ത് അവൾ പുറത്തേക്ക് എറിയാണ്. നോട്ട് ചെയ്യണം, ആ ബേബി സീറ്റ് എടുത്ത് അവൾ പുറത്തേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങാൻ നോക്കുമ്പോൾ ഡേവിഡ് അപ്പോഴും ഉണർന്ന് തന്നെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് അന്നെ എന്താക്കി, കുറച്ചുകൂടെ ക്ലോറോഫോം എടുത്ത് അവന്റെ മുഖത്ത് വെച്ച് പൊത്തി കൊടുക്കുകയാണ്. അധികം വൈകാതെ അവന്റെ ബോധം പോവാണ്. അതുപോലെ തന്നെ അന്നയും ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഡേവിഡിനെ നോക്കുകയാണെങ്കിൽ അവനിപ്പോ ഒരു ഉറക്കത്തിലാണല്ലോ. വീണ്ടും നേരത്തെ കണ്ട അതേ സ്വപ്നം തന്നെ അവൻ വീണ്ടും കാണുകയാണ്. ആ കാട്ടിൽ കൊടൂര തണുപ്പിൽ പെട്ടുപോയി കിടക്കുന്ന ഈ ഡേവിഡ്, അവന്റെ മുന്നിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഏതോ ഒരു ജീവി. പിന്നെ അവന്റെ വായിന്നും കൈന്നൊക്കെ രക്തം വരുന്നുണ്ട്. ചുറ്റും നോക്കുമ്പോൾ ഭീകരമായിട്ടുള്ള എന്തോ ഒരു ശബ്ദം. അവനിങ്ങനെ ഭയന്ന് വിറച്ച് അലറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു സ്വപ്നത്തിൽ നിന്നും വീണ്ടും ഡേവിഡ് പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം അവൻ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്നയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന ഈ ഡേവിഡ് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പൊ അന്നയ്ക്കാണെങ്കിൽ നന്നായിട്ട് വയറിന് ബുദ്ധിമുട്ടും ബാത്റൂമിൽ പോകാനൊക്കെ തോന്നുന്നുണ്ട്. ഇതേ നേരം തന്നെ കത്തിയെടുത്ത് ഈ ഡേവിഡിന്റെ കഴുത്തിൽ വെച്ചിട്ട് പറയാണ്, അനങ്ങിപ്പോരുത്, വല്ല പരിപാടി ഒപ്പിക്കാൻ നോക്കിയാൽ കത്തിയെടുത്ത് കഴുത്താർക്കെന്ന് പറയണം. ഞാൻ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അന്ന പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവൾ ഇറങ്ങി ആ ഒരു സമയം നോക്കിയിട്ട് ഡേവിഡ് എന്താക്കി, കാറിന്റെ ചാവി അങ്ങോട്ട് ഓഫ് ആക്കുക. എന്നിട്ട് കാർ ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്കൊന്നും ഡേവിഡിനെ കൊണ്ട് അത് പറ്റിയില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് അവൻ ആ ഒരു കാര്യം ചെയ്തത്. എന്തായാലും യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് അന്ന തിരിച്ചു വന്ന് കാറ് തുറക്കാൻ നോക്കുമ്പോൾ കാറ് തുറങ്ങുന്നില്ല. ഉള്ളിൽ നിന്നും ലോക്ക് ആയിട്ടുണ്ട്. അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. തുറക്കടാന്ന് പറഞ്ഞിട്ട് ആ ചില്ലിനിട്ട് ഒരുപാട് അടിക്കുന്നുണ്ടെങ്കിലും കാറിന്റെ ചില്ലൊക്കെ അങ്ങനെ അടിക്കുമ്പോൾ പൊട്ടു. ആ സമയത്താണ് നേരത്തെ ആ ഒരു ബേബി ചെയർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയല്ലേ, അത് അവള് കാണുന്നത്. ആ സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതെടുത്ത് ഒരു 4-5 തവണ ചില്ലിനിട്ട് ഒരേറ്റ അടിയാണ്. അതിൽ ആ ഒരു ചില്ല് പൊട്ടിപ്പോയി. ഭ്രാന്ത് പിടിച്ച നമ്മുടെ അന്ന ഉള്ളിലേക്ക് കയറി വന്നിട്ട്, കളന്നായി, നീ എന്താടാ കാണിച്ചത്, ഞാൻ നിനക്ക് വാണിംഗ് തന്നെയാന്ന് പറഞ്ഞിട്ട് ആ സീറ്റ് ബെൽറ്റ് എടുത്ത് അവന്റെ കഴുത്തിൽ കുരുക്കി പിന്നിലേക്ക് വലിച്ച് പിടിക്കാൻ കേട്ടോ. ഇവനാണെങ്കിൽ ശ്വാസം കിട്ടാതെ കിടന്ന് പെട്ടച്ചോണ്ടിരിക്കുകയാണ്. എന്നാൽ അവസാനം എന്നെ എന്താക്കി, ആ ഒരു പിടുത്തം അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ കിടന്ന് തന്നെ ഇവൻ ചത്തേനെ. ഇപ്പൊ വേറെ പുതിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് മനസ്സിലായോ? ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അന്ന കാറിന്റെ ചില്ല് അടിച്ചു പൊളിച്ചില്ലേ, അതുകൊണ്ട് തന്നെ കാറിന്റെ ഉള്ളിൽ ഇപ്പൊ ചെറിയൊരു ചൂടില്ല. ഉള്ളിലേക്ക് നന്നായിട്ട് തണുപ്പ് കയറാണ്. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് ആ ഭാഗം ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അധികം വൈകാതെ അന്നയും അതുപോലെ തന്നെ ഡേവിഡും ഇതിനുള്ളിൽ കിടന്ന് തന്നെ മരിച്ചു പോകും. അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു ഇൻസുലേഷൻ ടൈപ്പ് കാണുന്നത്. വേഗം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വേഗം അവിടെ ഫുള്ളായിട്ട് അത് വെച്ച് അടക്കിയാണ്. ഇപ്പൊ ഒരുവിധം തണുപ്പൊക്കെ കാറിന്റെ ഉൾഭാഗത്ത് കുറഞ്ഞു വരുന്നുണ്ട്. ചെറിയ ഹീറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കിയായി വരികയാണ്. അതേ നേരം തന്നെ ഈ ഡേവിഡിന്റെ ഫോൺ അതിപ്പോ അന്നയുടെ കയ്യിലാണല്ലോ. അവളിപ്പോ ആ ഒരു ഫോൺ തുറന്ന് നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ചില കാര്യങ്ങൾ കണ്ട് ഞെട്ടിപ്പോവാണ്. എന്തായിരിക്കും അന്ന കണ്ടിട്ടുണ്ടാവുക? അത് അറിയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, കഥയിലേക്ക് തിരിച്ചു വരും. അതായത് ഡേവിഡിന്റെ ഫോണിൽ എന്തോ ഒന്ന് കണ്ട് അന്ന ഞെട്ടി എന്ന് പറഞ്ഞില്ലേ, അത് മറ്റൊന്നുമല്ല, അന്നയുടെ ഫോട്ടോ ഒരുപാടെണ്ണം ഈ ഡേവിഡ് ഇതിനു മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചുമ്മാ റാൻഡം ആയിട്ട് വന്നിട്ട് അന്ന ഇവൻ തട്ടിക്കൊണ്ട് പോയതൊന്നുമില്ല. അത് ആ ഒരു ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലായി. പല സ്ഥലത്ത് പോകുന്ന അന്ന അവളുടെ പിന്നാലെ വന്ന് ഈ ഡേവിഡ് എടുത്ത ഫോട്ടോകൾ, ചില ഫോട്ടോയിലൊക്കെ അന്നയുടെ കൂടെ അവളുടെ മകളും ഉണ്ടായിരുന്നു. അതായത് വ്യക്തമായ ഒരു പദ്ധതി, ആ പദ്ധതി അനുസരിച്ചാണ് അന്നെ ഇവൻ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വെച്ചൊരു ഫയൽ കിട്ടുന്നുണ്ട്. ആ ഫയൽ ഇപ്പോൾ അന്നെ തുറന്നു നോക്കിയപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ID കാർഡുകൾ ആ ഫയലിലുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് അന്നയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ ഒരു പ്രൊഫഷണൽ സീരിയൽ കില്ലറാണ്. ഇത് കണ്ട് അന്നയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അവനോട് വളരെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട്, നീ ആരടാ, നിനക്ക് എന്താടാ വേണ്ടത്, എന്നെ പോലെ എത്ര പെൺകുട്ടികളെ നീ കൊന്നു കളഞ്ഞിട്ടുണ്ടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഡേവിഡ് വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടൊരു മറുപടി കൊടുക്കുകയാണ്. ഞാൻ ഒരു സീരിയൽ കില്ലർ തന്നെയാണ്, ഒരു സൈക്കോയാണ്, സമ്മതിച്ചു. എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്, എന്റെ കഥ നിനക്ക് അറിയണമെങ്കിൽ പറഞ്ഞു തരാന്ന് പറയണം. അതായത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് ഒരു കൊലപാതകം ചെയ്തു. ആ കൊലപാതകം ചെയ്ത സമയത്ത് എന്താണെന്നറിയില്ല, എന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, ഞാൻ ആള് വേറെ ലെവലാണ്. അതായത് ഒരാളെ കൊല്ലുന്ന സമയത്ത് എനിക്കൊരു കിക്ക് കിട്ടാണ്ട്, അത് വല്ലാത്തൊരു ലഹരി തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് സ്ത്രീകളെ കൊന്നിട്ടുണ്ട്. എന്നാലും ആദ്യമായിട്ട് ഞാൻ കൊന്നത് കേസി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. വഴിയിൽ എന്തോ വണ്ടി കാത്തു നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി തന്നെ, അവളെ മാത്രമല്ല ഈ വരുന്ന ആൾക്കാർ സംശയമൊന്നുമില്ലാതെ എന്റെ വണ്ടിയിൽ കയറാൻ വേണ്ടി ഞാൻ എന്റെ പേരിൽ ഒരു മോതിരിടും. അതായത് ഞാനൊരു എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി. അതുപോലെ കാറിന്റെ ബേക്കിൽ ഒരു ബേബി സീറ്റും വെക്കും. അതായത് ഞാനൊരു ഫാമിലി മാൻ ആണെന്ന് അതിലൂടെ അവർക്ക് മനസ്സിലാവുമല്ലോ. എന്തായാലും കേസി എന്ന ആ ഒരു പെൺകുട്ടിക്ക് ഡേവിഡ് ലിഫ്റ്റ് കൊടുക്കാൻ പോയ സമയത്ത് അവള് കാറിന്റെ ബേക്കിലേക്ക് നോക്കിയപ്പോൾ ഒരു പാവക്കുട്ടി അതുപോലെ തന്നെ ബേബി സീറ്റ് കണ്ടു. അതുപോലെ എന്റെ കയ്യിൽ ആ ഒരു മോതിരം, ഇതെല്ലാം കണ്ടപ്പോൾ ഞാനൊരു മാന്യനായ മനുഷ്യനാണ് കരുതിയിട്ട് അവൾ എന്റെ കാറിൽ കയറി. പോകുന്ന വഴിയിൽ ഇറക്കി വിടാൻ വേണ്ടി അവൾ എന്നോട് പറഞ്ഞായിരുന്നു. എന്നാൽ കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ ഞാൻ കാർ ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ വഴിയിലേക്ക് കാർ എടുക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ട്, നമുക്ക് ഈ വഴിയിലൂടെ പോവാന്ന്. എന്നാൽ അവൾ ആകെ പേടിച്ചു പോയി. പിന്നീട് പോലീസുകാരെയൊക്കെ വിളിക്കാൻ നിന്ന് എന്നോട് കുറെ ചൂടാവും ചെയ്തു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കത്തി എടുത്തു ഒരു 4-5 തവണ അവക്കിട്ടങ്ങ് കുത്തി അവസാനം അവളുടെ ആ ഒരു ശബ്ദം നിൽക്കുന്നത് വരെ ഞാൻ കുത്തി. അതാണ് എന്റെ ആദ്യത്തെ കൊല. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഒരു എനർജി, ഒരു സന്തോഷം തോന്നി. അതിനുശേഷം ആ ഒരു എനർജിക്കും സന്തോഷത്തിനും വേണ്ടി ഞാൻ ഒരുപാട് പേരെ കൊന്നു കേട്ടോ. ശരിക്കും ഒരു റിയൽ സൈക്കോ, പേ പിടിച്ച ഒരു പട്ടിയെ പോലെയുള്ള ഒരു സൈക്കോ. ഇവൻ മുഴു പ്രാന്തനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നീ നിന്റെ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് ഇനിയൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഉപദ്രവിക്കാനും നിന്നില്ല. പകരം ആ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് അവന്റെ വായ കെട്ടിയിടുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഈ കാറിന്റെ ചില്ല് പൊട്ടിയത് കൊണ്ട് തന്നെ നേരത്തേതുപോലെ അത്ര സേഫ് അല്ല ഇതിന്റെ ഉൾഭാഗം. സംഗതി ഇൻസുലേഷൻ ടേപ്പ് എല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്ക് ചെറുതായിട്ട് തണുപ്പ് കയറി വരുന്നുണ്ട്. രണ്ടുപേരും ആ ഒരു തണുപ്പിൽ ചെറുതായിട്ട് മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണം കൊണ്ട് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ രണ്ടുപേരും പെട്ടെന്നൊരു ശബ്ദം കേട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. കാരണം ഇവരുടെ ഈ ഒരു കാറുണ്ടല്ലോ, ഇതിന്റെ മുകളിൽ എന്തോ ഒന്ന് വന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ കൈയും കാലും ഇട്ട് അടിക്കുന്ന ആ ഒരു ശബ്ദം ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും ആ ഒരു ഭയത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ആ ഒരു കൈ മുന്നത്തെ ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അവിടെ വന്ന് വീഴാണ്. എന്നിട്ട് ആ കൈ കൊണ്ട് ഗ്ലാസ്സിലേക്ക് അങ്ങനെ അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഡേവിഡ് ആയിരുന്നു. അന്നയും പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ അന്ന വേഗം തന്നെ ആ ഒരു ഹോൺ ഉണ്ടല്ലോ അത് പിടിച്ച് ഇങ്ങനെ നീട്ടി അടിച്ചു കൊടുക്കുകയാണ്. ആ നേരത്തും മനുഷ്യരുടേതുപോലെ തോന്നിക്കുന്ന ഒരു കൈ വന്നിട്ട് ചില്ലിനങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ശബ്ദം കൂടുതലായിട്ട്, അതായത് ഹോൺ ഇങ്ങനെ കൂടുതലായിട്ട് അടിച്ചപ്പോൾ അത് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. എന്തായാലും ആ വന്ന സാധനത്തിനെ കണ്ട് ഡേവിഡ് നന്നായിട്ട് പേടിച്ചു. അതുപോലെ തന്നെ അവന്റെ വായിൽ ആ ഒരു കെട്ടിപ്പോ അന്ന അഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഡേവിഡ് പറയുന്നുണ്ട്, എന്റെ കാലിൽ എന്തൊക്കെയോ എനിക്ക് ആവുന്നുണ്ട്, ഒന്ന് നോക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അന്ന അവന്റെ കാലിലേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ മുറിവായിട്ട് ഒരുപാട് രക്തമെല്ലാം വന്നായിരുന്നല്ലോ, അത് അവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഈ തണുപ്പത്ത് ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അധികം വൈകാതെ നിനക്ക് നിന്റെ കാല് നഷ്ടാവുമെന്ന് അന്ന അവനോട് പറയാണ്. അതുപോലെ തന്നെ അന്ന ഈ നാട്ടുകാരിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ കാടിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളൊക്കെ ചെറുപ്പം മുതലേ അവൾക്ക് നന്നായിട്ട് അറിയാം. അവളുടെ അമ്മയും മുത്തശ്ശിയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഡേവിഡിനോട് പറയാണ്. അതായത് ചീത്ത മനസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു മനുഷ്യൻ ഈ കാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൽ നിഗൂഢമായിട്ടുള്ള പല ശക്തികളുണ്ട്. ആ ശക്തി അവനെ കീഴ്പ്പെടുത്തും. ആദ്യമൊക്കെ അവൻ ഒരുപാട് സ്വപ്നങ്ങൾ ഇട്ട് കൊടുക്കും, അവസാനം അവനെ കൊല്ലുകയും ചെയ്യും. നീ പലപ്പോഴായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഞെട്ടി എഴുന്നേൽക്കാറില്ലേ, അത് മിക്കവാറും ആ ഒരു ആത്മാക്കളുടെ കളിയായിരിക്കണം. ഇത് കേട്ട സമയത്ത് ഒരു പ്രാന്തനെ പോലെ ഡേവിഡ് ചിരിക്കുകയാണ്. അതായത് അങ്ങനെയൊന്നുമില്ല, നിങ്ങളുടെ ഓരോ മൂഢവിശ്വാസം, അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡേവിഡ് അന്നയെ കളിയാക്കുന്നത്. എന്നാൽ ആ സമയത്ത് വണ്ടി ഓൺ ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് വണ്ടി ഓഫായി ലൈറ്റ് എല്ലാം കെട്ടുപോയി. അതായത് ബാറ്ററി പൂർണ്ണമായിട്ടും തീർന്നു കഴിഞ്ഞു. ഇനി ഹീറ്റർ ഓണാക്കി ആ ചൂടിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പതിയെ സമയം മുന്നോട്ടേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞു. പുറത്തുനിന്ന് ആ കാറിന്റെ ഒരു അവസ്ഥ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഒരുപാട് മഞ്ഞുകൾ പെയ്തിട്ടുണ്ടല്ലോ. ആ കാറ് മഞ്ഞിനുള്ളിൽ ഇപ്പൊ മൂടി പോവാവുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ കാറിന്റെ ഉള്ളിലുള്ള ഡേവിഡിനെയും അന്നയും നോക്കുകയാണെങ്കിൽ ഒരുവിധം അവര് മരവിച്ച് കിടുകയാണ്. ഈ സമയത്ത് ഒരേ ഒരു വഴിയുള്ളൂ രണ്ടുപേർക്കും രക്ഷപ്പെടാനായിട്ട്. അതായത് മനുഷ്യരുടെ ശരീരത്തിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഹീറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഡേവിഡും അന്നയും നന്നായിട്ട് ഇറുക്കി പിടിച്ച് കുറച്ചു നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലെ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇവർക്ക് ഈ കൊടൂര തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇപ്പൊ അന്ന ചെയ്യുകയാണ്. അതായത് ഡേവിഡിന്റെ നെഞ്ചത്തേക്ക് കിടന്നിട്ട് അവൻ ഇറുക്കി പിടിച്ച് കിടക്കുകയാണ്. മാത്രമല്ല ഒരു കത്തി അവന്റെ കഴുത്തിന്റെ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എന്നെ ചെയ്യാൻ നോക്കിയാൽ ഇത് ഞാൻ കഴുത്തിലേക്ക് ഇറക്കുന്നു പറയാണ്. പാവം അന്നയുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി. അവളെ കൊല്ലാൻ വന്ന സീരിയൽ കില്ലർ, ഒരു സൈക്കോ, ആ സൈക്കോയെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടി വന്ന അവസ്ഥ. എന്നാൽ കുറെ നേരം അങ്ങനെ കിടക്കുന്ന സമയത്ത് പതിയെ ഡേവിഡിന്റെ മൈൻഡ് മാറാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അവനിപ്പോ അന്നയോട് പറയാണ്, ഞാൻ ഇങ്ങനെ ആയി തീരാനുള്ള കാരണം അത് മറ്റാരുമല്ല, എന്റെ അമ്മ തന്നെയാണ്. എന്നെ പോലെയുള്ള പല കൊലയാളികളും, സീരിയൽ കില്ലർ, സൈക്കോപാത്ത് ഇവരെല്ലാം ഉണ്ടാവുന്നത് ചെറിയ പ്രായത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ്. എന്റെ അമ്മയുണ്ടല്ലോ ചെറിയ പ്രായത്തിൽ എന്നെ വല്ലാണ്ട് ഉപദ്രവിച്ചു. എത്രയോ
വർഷങ്ങളോളം ഞാൻ സഹിച്ച് എനിക്ക് പറ്റാണ്ട് ഒരു ദിവസം ഞാനത് ചെയ്തു. എന്റെ അമ്മയെ തന്നെ ഞാൻ കൊന്നു കളഞ്ഞു. ആ ഒരു സമയത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സന്തോഷം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. പക്ഷെ എന്റെ സ്വഭാവത്തിന് കാര്യമായിട്ട് തന്നെ ഇതെല്ലാം ബാധിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ ജീവിക്കേണ്ട എന്റെ ലൈഫിനെ മാറ്റിമറിച്ച് ഈ രീതിയിലാക്കിയത് എന്റെ അമ്മ തന്നെയാണ്. അതായത് ഡേവിഡിനെ പോലെ ഒരു സൈക്കോ ഉണ്ടാവാൻ കാരണം അവൻ മാത്രമല്ല, അവന്റെ അമ്മ കൂടിയാണ്. ഇതേ നേരം തന്നെ അന്ന അവളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവൾക്ക് പ്രത്യേകിച്ച് ആരും ഇല്ലായിരുന്നു. വളർന്നതൊക്കെ ഓർഫനേജിലാണ്. പിന്നീട് കുട്ടികളില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് അവളെ അഡോപ്റ്റ് ചെയ്തു. എന്നാൽ അവളെ ദത്തെടുത്ത ആ ഒരാള് അത്ര നല്ല ആളായിരുന്നില്ല. അയാളുടെ കീഴിൽ കുറെ കാലം അവള് കഷ്ടപ്പെട്ടു കേട്ടോ, ഒരു 15 വർഷത്തോളം. പിന്നീട് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്ത് ആ ഒരു ലൈഫിൽ നിന്നും അവള് പുറത്തേക്ക് വന്നു. കുറച്ചു കാലം കഴിഞ്ഞു, ഒരു കല്യാണം കഴിച്ചു. എന്റെ ഭർത്താവ് വിൻസെന്റ്, മുഴുക്കുടിയൻ റൗഡി. അവന്റെ കയ്യിൽപ്പെട്ടു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ ലൈഫിലെ രണ്ടാമത്തെ റോങ് ഡിസിഷൻ ആയിരുന്നു അത്. ഒരുപാട് അനുഭവിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഒരു മകളുണ്ടായി. പിന്നെ അവന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ ആ മകളെയും കൂട്ടി ഞാൻ അവനെയും വിട്ടുപോയി. ഡിവോഴ്സായി. ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടന്നു. എന്നാൽ ഇപ്പോഴും അവൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിലൊക്കെയുള്ള എന്റെ ആശ്വാസവും സന്തോഷം എന്താന്ന് വെച്ചാൽ എന്റെ മകളാണ്. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ. എന്റെ ചെറുപ്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല. ആ സന്തോഷം മുഴുവൻ എനിക്ക് എന്റെ മകൾക്ക് കൊടുക്കണം. എനിക്ക് കിട്ടാത്ത എല്ലാ സൗഭാഗ്യവും അതെന്റെ മകൾക്ക് എനിക്ക് കൊടുക്കണം. അതായത് ഒരേ രീതിയിൽ തന്നെ ബാല്യകാലത്ത് ടോർച്ചറിങ്, അതായത് ബാലപീഡനങ്ങൾ അനുഭവിച്ച ആളാണ് ഈ ഡേവിഡും അന്നയും. പക്ഷെ അന്ന അവള് ചിന്തിക്കുന്നത് അവൾ അനുഭവിച്ച ആ ഒരു വേദനയോ ബുദ്ധിമുട്ടോ അത് മറ്റാരും അനുഭവിക്കരുത്. സ്വന്തം മകള് തന്നെ ഏറ്റവും നല്ല രീതിയിൽ വളരണമെന്നാണ് അന്ന ആഗ്രഹിക്കുന്നത്. എന്നാൽ ഡേവിഡോ അവൻ എന്താണോ ചെറുപ്പത്തിൽ അനുഭവിച്ചത് ആ വേദന ബാക്കിയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു സാഡിസ്റ്റ് മൈൻഡാണ് അവനിക്ക്. അതായത് ഒരുത്തൻ സൈക്കോയോ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറോ ആയി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ 100% ഉത്തരവാദി അവൻ തന്നെയാണ്. അവന്റെ ബാല്യകാലത്തിൽ എന്തെങ്കിലും ഒന്ന് അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കൊല്ലാനുള്ള ലൈസൻസ് എന്താ അവന് കിട്ടുന്നുണ്ടോ? അതായത് ഒരു കാരണവശാലും ഡേവിഡിനെ പോലെയുള്ള ആൾക്കാരെ ന്യായീകരിക്കാൻ പറ്റില്ല. ഇതേ നേരം തന്നെ ഈ അന്ന അവന്റെ ദേഹത്ത് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചായിരുന്നല്ലോ. ഈ തണുപ്പത്ത് പതിയെ ആ ഒരു പവർ പോയി. പെട്ടെന്ന് തന്നെ ഡേവിഡ് അവന്റെ കൈ അതിൽ നിന്ന് വിടിയിപ്പിക്കുകയാണ്. എന്നാൽ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഡേവിഡിന്റെ മൈൻഡ് മാറിയെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അത് തെറ്റിയേട്ടാ. അവനൊരു മൃഗം തന്നെയാണ്. ആ മൃഗത്തിന്റെ മനസ്സ് അവന്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോകാൻ പോകുന്നില്ല. സ്വഭാവം മാറില്ല. കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ അപ്പം തന്നെ അന്നെ ആക്രമിക്കുകയാണ്, ഒരു മൃഗത്തെ പോലെ തന്നെ. പക്ഷെ അവനോട് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയൊന്നും അന്നയ്ക്കില്ല. ഇപ്പൊ അന്നയോട് ഡേവിഡ് പറയാണ്, എന്നോട് ഇത്രയൊക്കെ നീ ചെയ്തില്ലേ, ഇതിന് പകരമായിട്ട് ഞാൻ നിന്നോട് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല്ലും. ഇവിടുന്ന് എങ്ങനെയായാലും ഞാൻ രക്ഷപ്പെട്ടു പോകും. അതിനുശേഷം നിന്റെ മോളെ ഇതിനേക്കാൾ ക്രൂരമായിട്ട് ഞാൻ കൊല്ലും. ഇത് കേട്ട അന്നയ്ക്ക് നന്നായിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. അവള് സകലമാന ശക്തി അങ്ങ് എടുക്കാണ്, ചാടി എഴുന്നേൽക്കാണ്. എന്റെ മോളെ തൊടുവടാ എന്ന് ചോദിച്ച് അവൾ സകലമാന ശക്തി എടുത്ത് അവനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു അപ്പളാഞ്ചി ആയിട്ട് നിൽക്കാതെ അന്ന അവളുടെ കരുത്ത് മുഴുവൻ എടുത്ത് അവനെ തിരിച്ചാക്രമിക്കുന്നുണ്ട്. അവനും അതുപോലെ തന്നെ ഒരു മൽപ്പിടുത്തത്തിലൂടെ അന്നെ തോപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം പുറത്തു നിന്നും ഘോരമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. അത് കേട്ട് ഈ ഡേവിഡ് ഭയങ്കരമായിട്ട് പേടിച്ചു പോവാണ്. എന്നാൽ അന്ന അത്രയ്ക്ക് പേടിക്കുന്നില്ല. ഇവരങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ വലിയ കൊമ്പുകളുള്ള എന്തോ ഒരു ജീവി, ആ ജീവി കാറിന്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് കാറിന്റെ ഉള്ളിൽ നിന്നും ഈ ഡേവിഡിനെ വലിച്ച് പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് കണ്ട് ഡേവിഡ് ആണെങ്കിൽ പേടിച്ച് വിറച്ച് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട്. എന്നാൽ അന്ന തിരിഞ്ഞു നോക്കാൻ പോയില്ല. അന്നയ്ക്കാണെങ്കിൽ അതിനെ കണ്ട് അത്ര വലിയ പേടിയൊന്നും ആവുന്നില്ല. കാരണം എന്താണ്, ആ മൃഗം വന്നിരിക്കുന്നത് ഡേവിഡിനെ പിടിക്കാനാണ്. കാരണം അവനൊരു തിന്മയുടെ പ്രതിരൂപമാണ്, ചീത്ത മനുഷ്യനാണ്. ഈ ചീത്ത മനുഷ്യരെ മാത്രമേ ഈ കാട്ടിലുള്ള ആത്മാക്കൾ വന്ന് പിടിക്കുകയുള്ളൂ. പഴയ ആ ഒരു കഥകൾ അത് സത്യം തന്നെയാണ്. അങ്ങനെ ഡേവിഡിനെ ആ ഒരു മൃഗം പുറത്തേക്ക് വലിച്ചിടുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നേരിട്ട് കാണുമ്പോൾ അന്നയ്ക്ക് വലിയൊരു പേടിയില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ഭയന്ന് അവൾ എന്താക്കി, അവൾ രക്ഷപ്പെട്ട് ഡിക്കിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലേ, ആ വഴിയിലൂടെ തന്നെ ഡിക്കിയുടെ ഉള്ളിലേക്ക് കയറി പോവാണ്. അവൾ ഡിക്കിയുടെ ഉള്ളിലേക്ക് തിരിച്ചു പോകാൻ കാരണം ആ ഒരു മൃഗത്തിനെ ഭയന്നത് കൊണ്ട് മാത്രമല്ല, കാറിന്റെ ഉള്ളിൽ ഇനി നിൽക്കാൻ പറ്റില്ല, അത്രയും തണുപ്പായി കഴിഞ്ഞു. ഡിക്കിയുടെ ഉള്ളിൽ പോയിരുന്നാലേ കുറച്ചെങ്കിലും ചൂട് കിട്ടുള്ളൂ. എന്തായാലും അതിന്റെ ഉള്ളിൽ പോയിട്ട് അവളങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡേവിഡിന്റെ കരച്ചിൽ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. വളരെ ദയനീയമായ കരച്ചിൽ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അവനെ പോലുള്ളവന് അതുപോലെ തന്നെ അനുഭവിച്ച് ചാകണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ദയനീയമായ ആ ഒരു കരച്ചിൽ അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അന്നയുടെ കാര്യമാണെങ്കിൽ ആ ഒരു കൊടൂരമായ തണുപ്പത്ത് വിറച്ച് അവളുടെ കൈയും കാലൊക്കെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാവണം. ഇപ്പൊ ഫോൺ എടുത്ത്, അതായത് ഈ ഡേവിഡിന്റെ ഫോൺ, ആ ഫോണിൽ അവളുടെ മകളുടെ ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് അന്ന പറയുന്നുണ്ട്, മോളെ അമ്മ എങ്ങനെയെങ്കിലും തിരിച്ചു വരുവടി, മോളെ നന്നായിട്ട് തന്നെ നോക്കുന്നു പറയാണ്. ഇത് പറഞ്ഞ് പതിയെ അന്നയുടെ കണ്ണുകൾ അടഞ്ഞു പോവാണ്. കുറെ നേരത്തേക്ക് ആ ഭാഗത്തേക്ക് ആരും വന്നില്ല. കുറെ അധികം സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ മഞ്ഞു മൂടിയ രാജ്യങ്ങളിൽ റോഡുകളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടികളുണ്ടാവും. അതുപോലൊരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഒരു വണ്ടി കൊണ്ട് വരുന്ന ആ ഒരു ഡ്രൈവർ നോക്കുമ്പോൾ മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാറ് കാണുകയാണ്. ഇയാള് വേഗം തന്നെ ആ ഒരു ട്രക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. കാറിന്റെ അരികിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. കാറിന്റെ ഉള്ളിലൊന്നും ആരെയും കാണാനില്ല. എന്നാൽ കാറിന്റെ അപ്പുറം ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ ഈ ഡ്രൈവർ ആകെ ഞെട്ടിപ്പോവാണ്. ചിതറിക്കിടക്കുന്ന അതിക്രൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശവശരീരം. ആരുടേതായിരിക്കും? ഡേവിഡിന്റേത് തന്നെ. ഇത് കണ്ട് ഈ ഒരു ഡ്രൈവർ
ഡ്രൈവർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാറിന്റെ ഉള്ളിൽ ആരെയും കാണാനുമില്ല. സോ ജീവനോട് ആരും ഇവിടെ ഇല്ല. ഇതും വിചാരിച്ച് ഈ ഡ്രൈവർ വേഗം തന്നെ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ എന്തോ ഒരു സംശയം തോന്നി ഡിക്കി ഒന്ന് തുറക്കുകയാണ്. തുറന്നു നോക്കിയ സമയത്ത് ഫ്രീസ് ആയി കിടക്കുന്ന നമ്മുടെ അനയെ കാണിക്കുകയാണ്. അവള് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ഡ്രൈവർ അനയെ സൂക്ഷിച്ച് നോക്കിയ സമയത്ത് പെട്ടെന്ന് അഞ്ഞ കണ്ണ് തുറക്കുകയാണ് കേട്ടോ. അതായത് അവളുടെ ഉള്ളിൽ ഇപ്പോഴും ജീവൻ ബാക്കിയുണ്ട്. അഞ്ഞ കണ്ണ് തുറക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു കിടിലൻ ത്രില്ലർ ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.